ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് ഇപ്പോഴത്തെ PK പ്രസിഡന്റ് ശ്രീ പ്രസാദിനെ ക്ഷണിച്ചു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈശ്വര പ്രാർത്ഥന ആദ്യം. ബഹുമാനപ്പെട്ട ഈ പ്രവർത്തനത്തിൻ്റെ സംഘാടകനായ സുദർശന സാർ അവர்கள், വേദിയിലിരിക്കുന്ന കൗൺസിലർ അവர்கள், മുൻ PK പ്രസിഡന്റായ നാസുദ്ദീൻ സാർ അവர்கள், ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്നു കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിൻ്റെ ഗാന്ധിയൻ പീസ് ഫൗണ്ടേഷൻ മൂവ്മെൻ്റ് ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ബോധപൂർവം ചിന്തിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ എവിടെ കണ്ടാലും അതിനെ പ്രതികരിക്കുവാനുള്ള ശേഷിയും ഊർജവും നമ്മൾ ആർജിക്കുകയും ചെയ്യേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മുഖ്യ പ്രഭാഷകനും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങും നിർവഹിക്കുന്ന ശ്രീ അയത്തിൽ സാറിന് ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മളിവിടെ നിന്ന് കൂടിയിരിക്കുന്നത് 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായ ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ 3ാം വാർഷിക ദിനമായ 2011 നവംബർ 26 കേരളമൊട്ടാകെ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഭീകരവിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന ചെയർമാൻ ശ്രീ അയത്തിൽ സുദർശനൻ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹത്തിനെ അതിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു.
ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കഴിഞ്ഞ ദിവസം ഇവിടുത്തെ PTA പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട ഭാവി ഈ സ്കൂളിലെ കാര്യങ്ങൾ കാര്യക്ഷമതയോടെ നടത്തുന്നതിനുള്ള പ്രചോദനവും ആവേശവും പകരുവാൻ ധീരമായി നയിക്കുവാൻ കെട്ടുള്ള അദ്ദേഹത്തെ അതിനെ ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും നാട്ടുകാരും ഭാഗവത്താക്കി പ്രയോജനപ്രദമാക്കി ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് നൂതനമായ രീതിയിൽ കരുപ്പിടിപ്പിക്കുവാനുള്ള ശക്തി പകരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ ഭീകര വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമായ ഈ പൊതു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് ആദരണീയനായ ശ്രീ പ്രസാദ് കെ അവരെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിലെ അധ്യാപകൻ ശ്രീ ജയലാൽ അവരെ ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന ഈ കൊല്ലം കോർപ്പറേഷനിലെ ഡിവിഷന്റെ കൗൺസിലർ ശ്രീ മാജിദ വഹാബ് അവരെ ബഹുമാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ കാര്യക്ഷമതയോടെ PTA അധ്യക്ഷത വഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ PTA പ്രസിഡന്റ് ശ്രീ നാസറുദ്ദീൻ എസ് അവരെ സാമിത്യമില്ലെങ്കിലും ഈ മഹത്തായ കർത്തവ്യ നിർവഹിക്കുവാൻ അനുമതി തന്ന ഈ സ്കൂളിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സൈനബ ഉമാൽ അവരെ വലിച്ചുകൊണ്ടും പ്രിൻസിപ്പലിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ളതായി കരുതിക്കൊണ്ടും എന്നോടൊപ്പം കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ കൊല്ലം ജില്ലയിലെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചെയർമാൻ ശ്രീ ചേരൂർ പ്രസന്നൻ ഈ വേദിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ കൊല്ലം ജില്ലാ വൈസ് ചെയർമാൻ ശ്രീ മാടന്നട മധുലാൽ അവരെ, ജില്ലാ സെക്രട്ടറി ശ്രീ ചന്ദനത്തോപ്പ് നിസാമുദ്ദീൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ യഗിയ, ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സംസ്ഥാനം ശ്രമിക്കുന്ന സംഭൂതിരായ ഈ ദേശ നിവാസികളെ, ജനാധിപത്യ വിശ്വാസികളെ, വേദനയിലാഴ്ത്തുന്ന വിധത്തിൽ ബോംബെയിൽ താജ് ഹോട്ടലില് കടന്നു കയറ്റിയ ആക്രമിക്കപ്പെട്ട വിദേശ ഭീകരൻ ദിവസങ്ങളോളം പൈശാചികമായ ആക്രമണം നടത്തി മുംബൈയിലെ പ്രാന്തപ്രദേശങ്ങളിലും നരിമാൻ ഹോട്ടലിലും വെലികൽ സ്റ്റേഷനിലും മറ്റ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ആക്രമണം നടത്തുകയും വകുപ്പിന്റെയും രാജ്യത്തെ സുരക്ഷിതത്വ സംവിധാനങ്ങളെ പോലും നൊമ്പരപ്പെടുത്തുന്ന വിധത്തിൽ പൈശാചികത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിരപരാധികളായ മനുഷ്യരെ ക്രൂരമായി ബോംബെറിഞ്ഞും വെടിവെച്ചും കൊള്ളുന്ന കാഴ്ച
ഇന്ത്യയിൽ എമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളും ലോകമെമ്പാടും ഇന്ത്യയുടെ മഹനീയമായ ജനാധിപത്യ പാരമ്പര്യത്തിന്റെ ചൈതന്യവും ആർജിച്ചുകൊണ്ടും അതിൽ ആവേശം കൊണ്ടുകൊണ്ടും നിലകൊള്ളുന്ന ലോക സാംസ്കാരിക ജനകോടികളെയും അമ്പരപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തിയ ആ ഭീകര പ്രവർത്തനം നമ്മുടെ മനസ്സാക്ഷിക്കേറ്റ ഏറ്റവും വലിയ ഒരു പ്രകടനമായിട്ടാണ് എന്നും നാം പാലിക്കേണ്ടത്. ജനാധിപത്യ രാഷ്ട്രമാണ്. ലോക സമാധാനത്തിന് സനാതന ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ഇഴുകിച്ചേർന്ന സാംസ്കാരിക ചിന്താ പന്താവിൽ അടിയുറച്ച ഭാരതീയ ആശയ സംഹിതകളിൽ വിശ്വസിച്ച മഹാത്മാഗാന്ധിയുടെ പ്രത്യായ ശാസ്ത്രത്തിൽ ഇഴുകിച്ചേർന്ന ഭാരതീയ ജനകോടികളുടെ സമാധാനപരമായ ഐക്യത്തിന്റെ കാഹളം എന്നും ഉണർന്നു കേട്ടിട്ടുള്ള ലോക നേതാക്കന്മാരും ലോക ജനതയും ഇന്ത്യയുടെ ക്രമസമാധാന പരിപാലനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മുംബൈയിൽ താജ് ഹോട്ടലിൽ തുടങ്ങിയ പൈശാചികമായ ആക്രമണം അത്ഭുതത്തോടും ഞെട്ടലോടും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും വിസ്മരിക്കുവാൻ സാധ്യമല്ല. കൈവെടിഞ്ഞുള്ള ആ പട്ടാളത്തിലുള്ള ഭീകരാക്രമണത്തെ തടയുന്നതിന് വേണ്ടി ധീരോദാത്തരായ നമ്മുടെ ആഭ്യന്തര സുരക്ഷിത സംവിധാനത്തിലുള്ള ഉന്നതാധികാരികളും പോലീസ് അധികാരികളും പട്ടാള അധികാരികളും വിവിധ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസും റായും ഒക്കത്തെയുള്ള സമഗ്രമായ ഒരു സംവിധാനത്തിന് വിധേയമായ നീക്കം നടത്തിയിട്ട് പോലും ഹെലികോപ്റ്ററിൽ പറന്നു വന്ന താജ് ഹോട്ടലിന്റെ മുകളിൽ ഇറങ്ങിക്കൊണ്ട് യന്ത്ര തോക്കുകൾ ഭക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ ചലിപ്പിച്ചപ്പോൾ പോലും നമ്മുടെ ഭാരതം ദൈനംദിനം ആത്യന്താധുനികമായ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ ഇലക്ട്രോണിക് മീഡിയകളിലും കണ്ടുനിർത്തി നിന്ന് കൗതുകത്തോടെ ജിജ്ഞാസയോടെ പേടിയോടെ ഭാരതത്തിൽ വരാൻ പോകുന്ന ഏതോ ഭയങ്കരമായ ഒരു സംഭവ വികാസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ അകറ്റി മാറ്റാൻ നമ്മുടെ ഭരണാധികാരികൾ കൈക്കൊള്ളുന്ന സമീപനം എന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് ദിവസങ്ങൾ 2-3 എണ്ണി നീക്കിയപ്പോഴുണ്ടായ മനസ്സിന്റെ ഉള്ളറയിലുണ്ടായ ഞെട്ടലും ദുഃഖവും ഒക്കെ തന്നെ ഭാരതത്തിലെ ജനതയ്ക്ക് മാത്രമല്ല ഭാരതത്തിന്റെ ഭാരതീയമായ ആശയ സംസ്കൃതികളിൽ വിശ്വസിച്ച ഗാന്ധിയൻ ദർശനങ്ങളിൽ ഊന്നൽ കൊണ്ട ആ വിശ്വാസങ്ങളിൽ അർപ്പണബോധത്തോടെ എതിരിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ലോക രാജ്യങ്ങളിലുള്ള ഭാരത ആശയ സംഹിതയിൽ വിശ്വാസമർപ്പിച്ച രാജ്യസ്നേഹികളും ആ ഇച്ഛാശക്തിയിൽ ഗാന്ധിയൻ ഇച്ഛാശക്തിയിൽ പൂർണ്ണമായ തൽപരത പുലർത്തിയ വിദേശ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരും വൃദ്ധരായി ശ്രമിച്ചുവെങ്കിൽ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കൂട്ടിപ്പുലർത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനത്തിന് ധീരോദാത്തമായി നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധീരന്മാരായ സമര യോദ്ധാക്കൾ ആ അക്രമത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ധീരമായി മുന്നോട്ട് നീങ്ങി ആ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച് പിടഞ്ഞു വീണ് ഭാരത മണ്ണിൽ മരിച്ചുവെങ്കിൽ ആ നമ്മുടെ പ്രിയപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹേമന്ത് കർക്കരെ, വിജയ് സലാസ്കർ, അശോക് കാന്തെ, തോമസ് മുരുകൻ, അനീഷ് പ്രഭു എന്നിവരുടെ ആ ദാരുണമായ ആ മരണത്തിൽ ഭാരതത്തിന്റെ ശക്തമായ ആരോഗ്യപ്രദമായ ഒരു ജനവിഭാഗത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധീരോദാത്തമായ ആ ഭീകരനെ നേരിട്ട ഈ ശക്തന്മാരായ ഇന്ത്യയുടെ സേനാനികളുടെ ആ ധീരമായ ഭരണയ്ക്ക് മുമ്പിൽ ആത്മരാജ്യരികൾ അർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി അക്രമരഹിതമായ ഒരു സമരത്തിന്റെ കാപളത്തിൽ ഉയർത്തുവാൻ കഴിയുമെന്ന് സ്വന്തം സഹന സമരത്തിലൂടെ ആഹ്വാനം ചെയ്ത ധീരനായ നേതാവ് മഹാത്മാഗാന്ധിയുടെ ആശയം അഭിലാഷവും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പ്രവർത്തനത്തിന് ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ടും അതിന് അനുസൃതമായ ലക്ഷ്യബോധം രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടും ലോകത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള നവീനമായ ചിന്താപന്താവും വർദ്ധിച്ചുകൊണ്ടും
ആത്മീയ ആശയങ്ങളുടെ പ്രശസ്തി കുതിപ്പിച്ചുകൊണ്ട് അക്രമ രാഹിത്യത്തിലൂടെ സഹന സമരത്തിലൂടെ സമാധാനപരമായ സഹവർത്തിത്വം ഊട്ടിപ്പുലർത്തുന്നതിലൂടെ ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിം സഹോദരന്മാരായാലും പാർസികളായാലും ബുദ്ധമതക്കാരായാലും ജൈനമതക്കാരായാലും സൗഹൃദത്തിന്റെയും അവരവരുടെ മതത്തിന്റെയും സൗഹാർദ്ദപരമായ സമീപനത്തിലും ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു മതത്തിനുള്ള ഒരു വിശ്വാസി തന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് തന്റെ വിശ്വാസം പുലർത്തുവാൻ താൻ ആഗ്രഹിക്കുന്ന മതത്തിൽ പ്രാർത്ഥനയും അനുബന്ധ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വിശ്വാസം മറ്റ് മതത്തിൽ പെട്ടവർക്കും അതേ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്നും മതമേതായാലും ശരി മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ഭാരതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ച ധീര ദേശാഭിമാനിയായിരുന്നു മഹാത്മാഗാന്ധി. െല്ലാം സ്വായത്തമാക്കിക്കൊണ്ട് ഈ രാഷ്ട്രം അവരുടെ ഒരു കുള്ളങ്കയിൽ ഒതുക്കിയപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ 100 വർഷത്തിൽ ഏറെ കാലം നെടുമ്പിൽ കൊണ്ട് കഠിനമായ പ്രയാസത്തിലും നൊമ്പരത്തിലും കഠിനമായ യാതനയിലും ഭാരതത്തിലെ ജനകോടികൾ പിഴഞ്ഞു വീണ് മരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ സഹോദരന്മാരും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മാതാവിനെയും പിതാവിനെയും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ തെരുവിലൂടെ നടന്നുപോയ സഹോദരനെയും സഹോദരിയെയും മാതാവിനെയും പിതാവിനെയും പൈശാചലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയപ്പോൾ നിങ്ങളെ പോലുള്ള കൊച്ചുപ്രായത്തിൽ മഹാത്മാഗാന്ധി എന്ന മോഹൻദാസ് ഗാന്ധി തന്റെ വിദ്യാപീഠത്തിൽ പഠനത്തിന് പോയ ആ കാലഘട്ടത്തിൽ തന്റെ കൂട്ടുകാരുമായി ആലോചിച്ചു, ഈ ബ്രിട്ടീഷ് ഭ്രാന്തന്മാരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിപ്പായിക്കുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു സമരം തന്നെ നമ്മൾ ചെറുത്തുനിൽപ്പിലൂടെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിത്തത്തിന് ശേഷം സായാഹ്നത്തിൽ കൂട്ടുകാരുമായി മഹാത്മാഗാന്ധിയായ നമ്മുടെ അന്നത്തെ മോഹൻദാസ് ഗാന്ധി കൂടിയാലോചന നടത്തിയെങ്കിൽ ആ കൂടിയാലോചനയിൽ അദ്ദേഹത്തിന് ഉതിർന്നു വന്ന ആശയമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ മദ്യം ഉപയോഗിക്കുന്നു, മാംസം ഉപയോഗിക്കുന്നു, അവർ ആർഭാടത്തിലൂടെ ജീവിക്കുന്നു, നമ്മളെയൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടോ അടിച്ചമർത്തിക്കൊണ്ടോ ഭാരതത്തിലെ ഓരോ സഹോദരന്മാരെയും സഹോദരിമാരെയും ചാട്ടവാറിനടിച്ചുകൊണ്ട് അവരുടെ പീഡിപ്പിച്ചുകൊണ്ട് സ്വന്തമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അവരെ തടയിടുന്നതിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെന്താണ് മാർഗമെന്ന് കൂട്ടുകാരുമായിട്ട് ആലോചിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് ഗാന്ധിയോട് കൂട്ടുകാർ പറഞ്ഞത്, ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ആ കരുത്തന്മാരെ നേരിടണമെങ്കിൽ നമ്മളെ പോലെ വെജിറ്റേറിയനായി ജീവിക്കുന്ന ദൈവവിശ്വാസിയായി ജീവിക്കുന്ന ഗുജറാത്തിലെ മതപരമായ അവിടുത്തെ പ്രത്യാശാസ്ത്ര സമീപനത്തിൽ ബുദ്ധമതത്തിനും ജൈനമതത്തിനും വൈഷ്ണവ ചിന്താഗതിക്കും വൈഷ്ണവ ഭക്തന്മാർക്കുമുള്ള അമിതമായ ആവേശത്തിൽ ഇഴുകിച്ചേർന്ന വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നുവെങ്കിൽ നമ്മൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഈ ബ്രിട്ടീഷ് കിരാതന്മാരെ പോലെ ശക്തമായ ആരോഗ്യ ദൃഢഗാത്രരായ കരുത്തന്മാരാവാൻ കഴിയത്തില്ല എന്ന് ശങ്കിച്ച് ആ കുട്ടികൾ കുട്ടിക്കാലത്തെടുത്ത തീരുമാനം നമുക്ക് ഒപ്പിച്ച് മത്സ്യവും മാംസവും ഒക്കെ കഴിക്കാം, അത് ആ രീതിയിൽ മാത്രമേ നമുക്ക് ബലവത്തായിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ നേരിടാൻ ഒക്കുമെന്ന കൊച്ചു പ്രായത്തിൽ മോഹൻദാസ് ഗാന്ധി ഉൾപ്പെടുന്ന കൂട്ടുകാർ ആലോചിച്ചുവെങ്കിൽ ആ മോഹൻദാസ് ഗാന്ധി സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ വെച്ച് യാതൊരു കാരണവശാലും ചീത്ത കൂട്ടുകാരുമായി കൂട്ടുകൂടില്ലെന്നും ഒരു തരത്തിൽപ്പെട്ട വിശ്വാസങ്ങൾക്കും ഓർലേപ്പിക്കാതെ മാതാപിതാക്കളുടെ അനുസരണ ഉള്ള ഒരു മകനായി വളർന്നുകൊള്ളാമെന്നും ഒരു തരത്തിലും തന്റെ ആകാര രീതിയിൽ വ്യതിയാനം വരുത്തില്ലെന്നും സ്വഭാവ രീതിയിൽ മോശപ്പെട്ട നിലവാരം പുലർത്തില്ലെന്നും മാതാപിതാക്കളോട് പ്രതിജ്ഞ ചെയ്ത് വിദ്യാപീഠത്തിലേക്ക് പോയ നമ്മുടെ മോഹൻദാസ് ഗാന്ധി കൂട്ടുകാരുടെ ആ സ്വാതന്ത്ര്യത്തിന്റെ അഭിവാഞ്ചയെ കുറിച്ചുള്ള ചേതനം മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം രഹസ്യമായി സ്കൂളിന്റെ പരിസരത്തുള്ള പറമ്പിൽ പോയി അല്പാൽപ്പം മാംസം കഴിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ മാതാവിന് ബോധ്യപ്പെട്ടപ്പോൾ നിരന്തരം ആ മാതാവ് ആ മകനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ പൊട്ടിക്കടിഞ്ഞുകൊണ്ട് നമ്മുടെ മോഹൻദാസ് ഗാന്ധി പറഞ്ഞു, എന്റെ കൂട്ടുകാർ
എന്നോട് പറഞ്ഞു, ഈ ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവരെ പോലെ ശക്തന്മാരാകണം ഞങ്ങൾ. അതിനുവേണ്ടി അവർ കഴിക്കുന്നത് പോലെ കുറച്ച് മാംസം നമ്മൾ വല്ലപ്പോഴും ഭക്ഷിച്ചാലേ അവരെ പോലെ പൊക്കമുള്ള ആരോഗ്യമുള്ള ആളുകളായി വരാൻ നമുക്ക് പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ബ്രിട്ടീഷുകാർക്ക് ശക്തമായ അടികൊടുത്തി രാജ്യത്ത് നിന്ന് പുറത്തു ചാടിച്ചുകൊണ്ട് ഈ രാജ്യം മോചനത്തിൻ്റെതായ ഒരു ഉന്നതമായ ശൈലിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ സാധ്യമാകൂ എന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞ് സമ്മർദ്ദിച്ചെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഞാനും വഴിപ്പെട്ടു പോയി എന്ന് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് ആ മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ നിൽക്കുന്ന മോഹൻദാസ് ഗാന്ധിയുടെ ചിത്രം അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് വരുമ്പോൾ ആ ധാർമ്മികരോക്ഷം ചെറുപ്പത്തിൽ അവരുടെ മനസ്സിലുണ്ടാക്കിയ ആ ബ്രിട്ടീഷുകാരുടെ കിരാതമായ ഭരണ സംവിധാനത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവരുടെ മോചനത്തിന് വേണ്ടി തന്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായി എടുത്ത തീരുമാനത്തിൽ അനിശ്ചിതമായ ജീവിതചര്യ പുലർത്തി മുന്നോട്ട് നീങ്ങിയ ആ മോഹൻദാസ് ഗാന്ധിയാണ് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി സമഗ്രമായ സമരം നടത്തിക്കൊണ്ട് ബ്രിട്ടീഷ് മേധാവിത്വത്തെ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുവാൻ നിരായുധനായ ഒരു സമരതത്വം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുവാൻ പര്യാപ്തമായ ആ ബ്രിട്ടീഷുകാർ അത്യനഗ്നായ ഫക്കീർ എന്ന് പറയുന്ന ആ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി എന്നും ആഗ്രഹിച്ചത് നമ്മുടെ ഈ രാജ്യത്തെ ക്രമസമാധാന പരിപാലനത്തിൽ മുന്തിയ പരിഗണന നൽകുന്ന ഒരു പ്രവർത്തന ബന്ധാവ് ആവിഷ്കരിക്കുവാൻ ഉതകുന്ന ഒരു നേതൃവ്യൂഹം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഈ രാജ്യത്ത് ഉയർന്നുകൊണ്ടുവന്ന. അപ്പൊ അദ്ദേഹം കണ്ട ജനാധിപത്യം, അദ്ദേഹം ഉൾക്കൊണ്ട ജനാധിപത്യ ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജനഭരണ സംവിധാനം ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ നമ്മുടെ മണ്ണിന്റെ മക്കൾ പ്പെടാതെ സ്വൈരമായി നമ്മുടെ സമ്പത്ത് കൊണ്ടാണ് അവർ വേതനം പെട്ടത് എന്നുള്ള ലക്ഷ്യബോധത്തിലൂടെ അവർ നമ്മളെ സ്വീകരിച്ചിരുത്തി നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് മഹാത്മജി സ്വപ്നം കണ്ടത്. അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ വളർന്നു വന്ന രാജ്യത്തിന്റെ ന്യൂനതമായ രീതിയിൽ വളർന്നു വന്ന രാഷ്ട്രത്തിന്റെ ഭാഗതയും കുറിക്കുവാൻ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനത്തിൽ കെട്ടുറപ്പും ഭദ്രതയുമുള്ള ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുവാനും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ന്യൂനതമായ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തുവാനും ആരോഗ്യ ദൃഢഗാത്രരായ യുവതി യുവാക്കളെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജനാധിപത്യ ഭാരത സൃഷ്ടിക്ക് വേണ്ടി പാകമാക്കാക്കുവാനും ലോക രാജ്യങ്ങൾ അതുകൊണ്ട് അത്ഭുതപ്പെടണമെന്നും മഹാത്മജി ആഗ്രഹിച്ചുവെങ്കിൽ ഈ ഭാരത രാജ്യത്തോടുള്ള അദമ്യമായ പുരോഗതിയും അദമ്യമായ മുന്നോട്ടുള്ള പ്രയാണവും ആരുടെയും ചങ്ങലക്കെട്ടിലല്ലാതെ സ്വതന്ത്രമായി നമ്മൾ ജനാധിപത്യത്തിന്റെ പവിത്രത ആർജിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നയിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചതുണ്ട്. മഹാത്മജി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ചിന്തിച്ച ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിടം എത്തിയതിനു ശേഷം അദ്ദേഹം മെട്രിക്കുലേഷൻ കഴിഞ്ഞ് അദ്ദേഹം നിയമ പഠനത്തിന് വേണ്ടി ലണ്ടനിൽ പോയി 1888 ആ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ ലോകത്തിനും ഭാരതത്തിനും സമാധാനപരമായ സൗഹാർദ്ദവും മതപരമായ ഐക്യവും ചരിത്രപരമായ കർത്തവ്യങ്ങളും ഉൾപ്രവണതയോടെ മനസ്സിലാക്കുവാൻ ആർജിക്കാൻ സമർപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാന ചിന്താ പന്ഥാവിൽ എല്ലാ മതത്തിന്റെയും ആശയവും ലക്ഷ്യവും ആർജിക്കുവാനും ഖുർആനും ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ തന്നെ ശ്രീരാമചരിതവും ഒക്കെ തന്നെ ആ നിയമ പഠന കാലഘട്ടത്തിലാണ് അദ്ദേഹം എല്ലാം സ്വായത്തമാക്കി. ആ നിയമ പഠന കാലത്ത് താൻ ആർജിച്ച സത്തയും ശക്തിയും ലോക സമാധാനത്തിന് ന്യൂനതമായ ശൈലി വിഭാവന ചെയ്യാൻ പര്യാപ്ത രീതിയിൽ വളർത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ സാധൂകരിച്ചത് അത് ഈ രാജ്യത്തിന്റെ നവീനമായ മുന്നേറ്റത്തിന് ചൈതന്യവത്താകുവാനും ഈ രാജ്യത്തെ അധസ്ഥിതരായ കഷ്ടപ്പെടുന്ന ഗ്രാമീണ മേഖലകളിലെ ദരിദ്ര നാരായണന്മാരായ ജനവിഭാഗങ്ങളെ ഔന്നത്യത്തിലേക്ക് നയിക്കുവാനും ഒരു കോടതി വ്യവഹാരവുമായി നടത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ വംശജനായ
അദ്ദേഹം ഇന്ത്യയിലെ ഒരു അഡ്വക്കറ്റിന്റെ സേവനം ആവശ്യപ്പെട്ടപ്പോൾ അത് മോഹൻദാസ് ഗാന്ധിയുടെ ജ്യേഷ്ഠന്റെ ശ്രദ്ധയിൽപ്പെടുകയും ജ്യേഷ്ഠന്റെ അഭിപ്രായം ജ്യേഷ്ഠ അനുജനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ജ്യേഷ്ഠന്റെ സഹായത്തിന് വിധേയമായി നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിൽ ചെന്നപ്പോ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ വളരെ 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 നീണ്ടുപോകും. കാരണം മഹാത്മജി 20 വർഷക്കാലം ആ കേസിന്റെ കാര്യവുമായി പ്രവർത്തിച്ച അവിടെ ചെന്ന കാലം തൊട്ട് അവിടുത്തെ ഇന്ത്യൻ വംശജർ അടിമത്വത്തിൽ ആണ്ടുകിടന്ന അവിടുത്തെ ഇന്ത്യൻ വംശജരുടെ മോചനത്തിന് വേണ്ടിയുള്ള സമഗ്ര സമരങ്ങൾ ആവിഷ്കരിച്ചു. അതിന് നേതൃത്വം നൽകി. വളരെയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ പീഡനങ്ങളിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ശക്തമായ ഒരു ബ്രിട്ടീഷ് സമര തന്ത്രമായിരുന്നു സഹന സമരം, സത്യാഗ്രഹ സമരം. ഈ ഇന്ത്യയിൽ പരീക്ഷിച്ച ഇന്ത്യയിൽ അത്യുന്നതയിൽ നിന്ന് ബ്രിട്ടീഷ് കിരാതവാഴ്ചയെ അകറ്റുന്നതിന് വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യ പുലരി കൈവരിക്കുന്നതിന് വേണ്ടി നിർണായകമായ സമരതന്ത്രമായി നിലകൊണ്ട ആ സത്യാഗ്രഹ സമരം ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ചതിനു ശേഷമാണ് ഇന്ത്യയിൽ 1914 മടങ്ങി വന്ന് 1915 മെയ് മാസം 25-ാം തീയതി സബർമതി ആശ്രമവും സ്ഥാപിച്ച് തന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഗുരുനാഥനായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ അനുഗ്രഹം വാങ്ങി ഭാരതത്തിന്റെ ഗ്രാമീണ മേഖലകളെല്ലാം സന്ദർശിച്ച് അക്രമരാഹിത്യത്തിന് ശക്തമായ സമരത്തിന്റെ കാഹളധ്വനി ഉയർത്തി ഭാരതത്തിലെ ജനകോടികളെ സമന്വയത്തിന്റേതായ ഭാഷയിൽ ഏകോപിപ്പിച്ച് അക്രമരാഹിത്യത്തിലൂടെ മുന്നോട്ട് നയിക്കുവാനുള്ള സമഗ്ര പ്രവർത്തനം ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ പ്രാദേശികപരമായി മതപരമായി ചേരിതിരിഞ്ഞ് ഭാഷാപരമായി തമ്മിൽ ഭിന്നിപ്പിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയെ തകർക്കുന്നു എന്ന ബോധ്യമായ മഹാത്മാഗാന്ധി ഈ തർക്കങ്ങളും വഴക്കുകളും ഗ്രാമീണ മേഖലയിലെ നൊമ്പരങ്ങളും മാറ്റുന്നതിന് വേണ്ടി മതപരമായ ഐക്യം പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ജനതയോട് ആഹ്വാനം ചെയ്യുകയും ആദ്യം പ്രകാരം സർവമത പ്രാർത്ഥന ആവിഷ്കരിക്കുകയും എല്ലാ മതത്തിലും പെട്ടവരെ ഓരോ പ്രദേശത്തും ഏകോപിപ്പിച്ച് മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും പുലരേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രചോദിപ്പിച്ച് ക്രമസമാധാന പരിപാലനത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് അക്രമരാഹിത്യത്തിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അർദ്ധനഗ്നരായ ആ പ്രദേശത്തെ ഗ്രാമീണവാസികളെ ഉദ്ബോധിപ്പിച്ച് അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി കൊച്ചു കൊച്ചു കൈത്തൊഴിലുകൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ച് ഖാദി ആ മേഖലയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രേരക ഘടകമായി മാറി ഖാദി വ്യവസായത്തിലേക്ക് നൂറ്റ് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനപ്രദമായ മാർഗം തെളിക്കുകയും അങ്ങനെ ഗ്രാമീണ ജനകോടികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ സമാധാനം പുലരുന്നതിന് വേണ്ടി അക്രമരാഹിത്യത്തിലൂടെ മതപരമായ ഐക്യം ഊട്ടിപ്പുലർത്തിക്കൊണ്ട് ത്രയാന്നത്തിലും പ്രഭാതത്തിലും മഹാത്മജി സർവമത പ്രാർത്ഥന നടത്തുകയും സൗഹാർദ്ദപരമായ സമീപനം പുലരേണ്ടതിന്റെ ആവശ്യത്തിലേക്ക് പ്രചോദനം നൽകിയുമാണ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാൻ പര്യാപ്തമായ രീതിയിൽ നമ്മുടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം രാജ്യത്തെ ആർജവത്തോടെ വളർന്നു വരുവാനും ഏഷ്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ രാജ്യത്തെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാൻ സാഹചര്യം സംജാതമായി. അന്ന് ചെന്ന് സമാധാനം കാക്ഷിക്കുവാൻ പോവുകയായിരുന്നു. ഭരണപരമായ അധികാരം കൈയാളുകയായിരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ലക്ഷ്യം. സമാധാനപരമായ സഹവർത്തിത്വം രാജ്യത്തിൽ രക്തച്ചൊരിച്ചിലില്ലാതെ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം യജിച്ചു. ഇന്ത്യയിൽ പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വന്നുകൊണ്ട് സൗഹാർദ്ദപരമായ സമീപനം പുലരുന്നതിന് പ്രേരണ നൽകിക്കൊണ്ട് അന്ന് പ്രധാനമന്ത്രിയായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ജനം അദ്ദേഹം സാധാരണ ജനങ്ങളുമായി ഇടുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന വേളയിൽ ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ പുൽത്തകരിക്ക് സമീപത്ത് അദ്ദേഹം 1948 ജനുവരി മാസം 30-ാം തീയതി പ്രാർത്ഥനയ്ക്കായി ആ സമയത്താണ് ഗോഡ്സെ എന്ന മഹാത്മാഗാന്ധിയുടെ നെഞ്ചിന് നേരെ നിറയൊഴിച്ചുകൊണ്ട് ആ സർവമത പ്രാർത്ഥനയ വേദിയെ വ്യക്തഭംഗിതമാക്കിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മുമ്പ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരമായ കർത്തവ്യം നിർവഹിച്ചത്. രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും ലോക
സമാധാനത്തിന് വേണ്ടിയും ഭാരതീയ ഐക്യത്തിന് വേണ്ടിയും മഹാത്മജി ധീരോദാത്തമായി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരത്തിന് വേലിയേറ്റം നൽകി. കാരിരുമ്പഴിക്കലിൽ അദ്ദേഹത്തെ തളച്ചിട്ടു. എന്നിട്ടും മോചനത്തിൻ്റെതായ പന്താവിന് വേണ്ടി അദ്ദേഹം അക്ഷീണമായി എത്തിച്ചു. ബ്രിട്ടീഷുകാർ മഹത്തമായിരുന്നു. അതുമെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ 1948 ജനുവരി മാസം 30-ാം തീയതി സർവമത പ്രാർത്ഥനാ വേളയിലേക്ക് നടന്നു വന്ന മഹാത്മജി ഗോഡ്സെ എന്ന ഒരു ഘാതകന്റെ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ചുവെങ്കിൽ ആ രക്തത്തിൽ കൈ തൊട്ടുകൊണ്ട് രാഷ്ട്രത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള പ്രേരക ഘടകമായി ഗാന്ധിയൻ ഇച്ഛാശക്തിയെ ഊഷ്മളതയോടും ഊർജ്ജസ്വലതയോടും നയിക്കുമെന്ന് ഭാരതീയ ജനകോടികൾ പ്രതിജ്ഞയെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള സമഗ്ര പ്രവർത്തന കാഴ്ചപ്പാടുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തി ഇഴുകിച്ചേർന്നുകൊണ്ട് നിലകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമരഭടന്മാർ, അനവധി സ്വാതന്ത്ര്യ സമരഭടന്മാർ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. അതിൽ ധീര രക്തസാക്ഷിത്വം വരിച്ച മഹാത്മാഗാന്ധിയുടെ സകല സമരത്തിലൂന്നിയ സമഗ്ര പ്രവർത്തന പന്താവിൽ ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ചേതനയോടെ നിലകൊണ്ട് ഭാരതത്തിന്റെ മോചനത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച ആ സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ അക്രമരാഹിത്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ ചേതനയും ശക്തിയും ചൈതന്യവും ലോകത്തിന്റെ മുന്നിൽ ഉയർത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഉയർന്നിക്കുമ്പോൾ, നമ്മുടെ സമാധാനപരമായ ജീവിതചര്യ പുലർത്തി നമ്മൾ ഇന്നും മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഗാന്ധിയൻ ആശയഗതിയുടെ പ്രസക്തി അത്യന്തം ന്യൂനതമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ സമീപ രാജ്യങ്ങളിലൊക്കെ തന്നെ, പാകിസ്ഥാനും ഉൾപ്പെടെ മറ്റ് സമീപ രാജ്യങ്ങളിലൊക്കെ തന്നെ ക്രമസമാധാനം തകർന്ന് അക്രമപരമായ മാർഗത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കും നീങ്ങിയപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി ചേരിചേരാ പ്രസ്ഥാനത്തിലൂടെ തന്നെ ഭാരതം നവീനമായ പദ്ധതിയും പ്രവർത്തന പരിപാടിയും ആവിഷ്കരിച്ച് ജനാധിപത്യത്തിന്റെ വിശാലതയിൽ ഐക്യത്തിന്റെ മുകടം ചാർത്തി കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ഗൂഢമായ പ്രവർത്തന ശൈലിയാണ് നമ്മുടെ ഭാരതീയ ജനാധിപത്യത്തിന്റെ മഹത്തായ കാകുളത്തുനിയെങ്കിൽ അത് ഗാന്ധിയൻ ആശയധാരയുടെ മഹത്തായ മുന്നേറ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ആ ലക്ഷ്യപ്രാപ്തി ഗാന്ധിയൻ ആശയഗതിയിലുള്ള സഹനത്തിൽ ഊന്നിയ, അക്രമരാഹിത്യത്തിൽ ഊന്നിയ, മതപരമായ ഐക്യത്തിൽ ഊന്നിയ ആ ജീവിത പന്താവിലൂടെ സമാധാനപരമായി ജീവിച്ച ഇന്ത്യൻ ജനതയെ, ഇന്ത്യയുടെ സംവിധാനങ്ങളെ, രാഷ്ട്രീയ സംവിധാനങ്ങളെ, അഭ്യന്തര സംവിധാനങ്ങളെ ഉളവാക്കിക്കൊണ്ടാണ് നമ്മുടെ ബോംബെയിൽ ഭീകര ആക്രമണം അരങ്ങേറിയത്. മേജർ സന്ദീപ്, ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധീര ദേശാഭിമാനികൾ രാഷ്ട്രത്തിന്റെ മോചനത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ടു. അവരുടെ കർത്തവ്യം ഭാരതീയ ജനകോടികൾക്ക് വേണ്ടി നിർവഹിച്ചുവെങ്കിൽ അവരുടെ ആ ദുഃഖാർത്ഥമായ, അവരുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. രാഷ്ട്രത്തിന്റെ മോചനത്തിനും രാഷ്ട്രത്തിന്റെ ഭാവി ഭാസുര മുന്നേറ്റത്തിനും വളരെയേറെ ചലനാത്മകമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതത്തെ നൊമ്പരപ്പെടുത്തുന്ന തരത്തിലും മറ്റും വൈദേശിക സാങ്കേതിക ഏജൻസികൾ പ്രവർത്തിക്കുമ്പോൾ സാങ്കേതിക ഏജൻസിയെ തടയിടാൻ അടക്കുന്ന, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമില്ലാതെ ഇന്ത്യ കുടുങ്ങുമ്പോൾ മറ്റൊരു സാങ്കേതിക മേഖലയിലേക്ക് ഇന്ത്യ കടന്നു ചെന്നുകൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ പ്രതിരോധിക്കുവാൻ ശക്തിയാർജിക്കുമ്പോൾ നമ്മൾ ഗാന്ധിയൻ ദർശനത്തിലേക്ക് നോക്കണം. അതായത് മാനവ ജീവിത ശാക്തിക മുന്നേറ്റത്തിന്, നവീനമായ ശാസ്ത്ര മുന്നേറ്റത്തിൽ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ രാഷ്ട്രത്തിന്റെ സ്വാശ്രമായ മുന്നേറ്റത്തിന് ന്യൂനത ശൈലിയിൽ സ്വന്തം ഊർജ്ജവും സത്തയും ആവാഹിച്ച് ശാസ്ത്രത്തിലും സാങ്കേതികത്വത്തിലും സമരത്വം നേടി നമ്മുടെ ഭാരതത്തിലെ ജനതയെ രക്ഷിക്കണം. ഭാരതത്തിലെ ജനതയെ ശിക്ഷിക്കുകയല്ല വേണ്ടത്. ഇന്ന് സാങ്കേതികത്തിന്റെ അതീശത്വം നമ്മുടെ ഭരണാധികാരികൾ
ഇന്ത്യയിലെ നമ്മുടെ ജനങ്ങളും പ്രാദേശിക തലത്തിലും ഗ്രാമീണ തലത്തിലും പലപ്പോഴും ഇന്ന് ഭയവികുലമാകുന്നത് സാങ്കേതിക ആക്രമണ ഭീഷണിയാണ്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തടയിടുവാനുള്ള ശക്തിയും ബുദ്ധിയും ആർജിക്കേണ്ടത് വളർന്നു വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ കരുത്തന്മാരായ ബുദ്ധി ആർജിച്ച ശക്തന്മാരായ യുവതി യുവാക്കളാണ് എന്ന് മഹാത്മാഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുവെങ്കിൽ അത് സത്യമാണെന്ന് നമുക്കിന്ന് നമ്മുടേതായ ഇന്നത്തെ അത്യാധികമായ ദൈനംദിന ജീവിതത്തിൽ ആർജിക്കുന്ന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിന് ദോഷവശം സൃഷ്ടിക്കുന്നുവെങ്കിൽ ആ ദോഷവശങ്ങളെ തടയിടുവാനുള്ള ശക്തിയും ചൈതന്യവും നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ വളർന്നു വരുന്ന യുവാക്കളും യുവതികളും ആർജിക്കുവാനും പ്രതിരോധ ശക്തികൾ ഐതിഹാസിക ശക്തികൾ സാങ്കേതികപരമായി നമ്മളെ പീഡിപ്പിക്കാതിരിക്കുവാൻ, നമ്മുടെ ദേശത്തുള്ള ജനതയെ പരസ്പരം പീഡിപ്പിക്കാതിരിക്കുവാൻ, നമ്മുടെ ഗ്രഹത്തെ അയലത്തുള്ളവർ സാങ്കേതികപരമായി പീഡിപ്പിക്കാതിരിക്കുവാൻ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വികായസ് സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ആരോഗ്യ ദൃഢഗാത്രരായ യുവതി യുവാക്കളായി വളർന്നു വരുവാനുള്ള പ്രചോദനം ആർജിക്കുകയും രാഷ്ട്രത്തിൽ സമർപ്പിക്കുകയും വേണം. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ആധിപത്യം അവർ ഭരണാധികാരം കൈയാളാൻ വേണ്ടി ഹീനവും നീചവും നിന്ദ്യവുമായ മാർഗങ്ങൾ അവലംബിച്ചത് നമുക്ക് ഓർത്തിരിക്കാൻ വകയുണ്ട്. അവരുപയോഗിച്ചത് ഇന്ത്യൻ ജനതയുടെ ബുദ്ധി നശിപ്പിക്കുവാൻ, ഇന്ത്യയിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനുഷ്യരുടെ ബുദ്ധി നശിപ്പിക്കുവാൻ വൈദേശിക മദ്യം വിതരണം ചെയ്ത് നമ്മുടെ രാജ്യത്ത് പൈശാചികത്വം സൃഷ്ടിച്ച് മന്ദബുദ്ധികളാക്കിയ കുറെ ആളുകളെ മാറ്റിക്കുവാനും ഈ രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തിന്റെ ആർജവത്വവും ചൂഷണം ചെയ്യുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചുകൊണ്ട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയ മഹാത്മാഗാന്ധി ചിത്രപോലെ സാങ്കേതിക രംഗത്തെ ഭീഷണമായ അക്രമങ്ങളെ കണ്ണിൽ കാണാതെ നടത്തുന്ന ധീരമായ അവരുടെ പ്രവർത്തനങ്ങളെ തടയിടുവാൻ ബുദ്ധിയാർജിക്കുന്ന ഒരു വിദ്യാർത്ഥിനി സമൂഹം, യുവതി യുവാക്കൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ രാഷ്ട്രത്തിന്റെ നൂതനമായ ഭാവിക്ക് പാകമാകണമെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാതെ മസ്തിഷ്ക രോഗമില്ലാതെ വളർന്നു വന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിരപരാധികൾ നടന്നു പോകുമ്പോൾ സാങ്കേതികപരമായി പോലും നമ്മള് ഇടത്തിന് വിധേയമായി മരണപ്പെട്ടെന്ന് വന്നേക്കാം. സാങ്കേതിക രംഗത്തെയാണ് നമ്മൾ ഇന്ന് സൂക്ഷ്മതയോടെ ഉറ്റുനോക്കുന്നത്. ഈ രാജ്യത്തോ നക്ഷത്ര യുദ്ധം ഉണ്ടാകുമോ എന്നുപോലും ഇവിടുത്തെ ശാസ്ത്രവ്യൂഹം ഭയപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒരു ശാസ്ത്ര ഗവേഷകന്റെ അഭിപ്രായത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഈ രാജ്യത്ത് സാങ്കേതികത്വം വളരെ അതീശത്വം സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഭീകരവാദികൾ സൃഷ്ടിക്കുന്ന അക്രമത്തിന്റെ ഏറ്റവും ന്യൂനതമായ മാർഗം സാങ്കേതിക രംഗമാണ്. ഈ സാങ്കേതിക രംഗത്തിലൂടെ അവർ നമ്മളെ പൈശാചികമായി ആക്രമിച്ചു എന്നുള്ളതിന്റെ ഒരു ന്യൂനതമായ ആവിഷ്കാരമാണ് ഈ നടന്ന ബോംബെ ബ്ലാസ്റ്റ്. അത്യന്താധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഭീകരർ അവരുടെ കേന്ദ്രങ്ങളിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഹേമന്ത് കർക്കറെ ഉൾപ്പെടെയുള്ള ധീരന്മാരായ നമ്മുടെ സേനാനികൾ മുന്നോട്ട് നീങ്ങുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിദേശത്തിരുന്ന് കണ്ടുകൊണ്ട് തന്നെ ആജ്ഞാപിച്ച് അവരെ നിർവഹിച്ചു എന്ന് ഏതോ പത്രത്തിൽ ഞാൻ വായിച്ചുവെങ്കിൽ ഒരിക്കലും നിഷേധിക്കാൻ ഒക്കുന്ന ഒരു പരിസ്ഥിതിയല്ല. നമ്മുടെ നിരീക്ഷണങ്ങൾ പോലും വീക്ഷിക്കാൻ സാങ്കേതിക രംഗത്തുള്ളവർക്ക് കഴിയുന്നുവെങ്കിൽ അത് ഗുരുതരമായ ആഘാതം തന്നെയാണ്. അപ്പോ അക്രമരാഹിത്യത്തിലൂടെയുള്ള ജീവിതചര്യ വളർത്തിയെടുത്ത് രാഷ്ട്രത്തിന്റെ ആരോഗ്യ ദൃഢഗാത്രരായ ഒരു തലമുറയായി നിങ്ങൾ വളർന്നു വരുന്നതിനും രാജ്യത്തിന്റെ രക്ഷകരായി, ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി, രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളായി, അതല്ലെങ്കിൽ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്ന തിരക്കിടയിലുള്ള ഉദ്യോഗസ്ഥരായി, രാഷ്ട്രത്തിന്റെ ന്യൂനതമായ ബുദ്ധിയും ശക്തിയും ആവിഷ്കരിക്കുന്ന സമഗ്രതയപ്പിച്ച പ്രവർത്തനത്തിന്റെ ന്യൂനത ഭാവങ്ങളായി വളർന്നു വന്നുകൊണ്ട് ഗാന്ധിയെ ഇച്ഛാശക്തിയിലൂടെ അക്രമരാഹിത്യത്തിലൂടെയുള്ള ഒരു ജീവിതചര്യ പുലർത്തുവാൻ രാഷ്ട്രത്തോട് ആഹ്വാനം ചെയ്യുകയും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവകാശങ്ങൾ ചോദിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ അധികാരികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരന്മാർ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ആ പീഡനമുണ്ടാകാത്ത ഒരു പരിസ്ഥിതി ഭാവിയിൽ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി ആർജവത്വം പ്രതികരിക്കുന്നു. ആ ഊഷ്മളമായ ചിന്താഗതിയുമായി രാജ്യത്തിന്റെ പുരോഗതിക്കും രാഷ്ട്രത്തിന്റെ ശക്തിക്കും വേണ്ടി നമ്മുടെ ദൂരമൂലമായ മുന്നേറ്റത്തിന് പകരം കുറിക്കാൻ നിങ്ങളുടെ തലച്ചോർ എന്ന് പറയുമല്ലേ സാധാരണ രീതിയിൽ മുതിർന്ന ആളുകൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് രോഗം ബാധിക്കാതെ നിങ്ങൾ വളർന്നു വരുവാനുള്ള പ്രേരക
ഘടകമായി ഈ ആശയഗതികൾ നിങ്ങൾക്ക് സ്വരൂപിക്കുവാനും നൂതനമായ രീതിയിൽ നിങ്ങളുടെ കുടുംബ പദ്ധതിക്കും നിങ്ങളുടെ ദേശപദ്ധതിക്കും നമ്മുടെ രാഷ്ട്രപദ്ധതിക്കും നൂതനമായ ജനാധിപത്യ ആ ഐക്യബോധം വളർത്തിയെടുത്തുകൊണ്ട് രാഷ്ട്രം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായി ഉയർന്നു വരുവാനുള്ള പ്രേരക ഘടകമായി നിങ്ങൾ വളർന്നു വരണം. അക്രമരാഹിത്യത്തിലൂടെയുള്ള ഒരു ജീവിതചര്യ പുലർത്തുകയും വേണം. ഈ രാജ്യത്ത് ക്രമസമാധാന പരിപാലനത്തിൽ വളരെയേറെ പങ്കുവഹിക്കേണ്ട യുവാക്കൾ പലപ്പോഴും പല മേഖലയിലും അക്രമത്തിൽ അടിമപ്പെടുന്നു എന്നുള്ളത് ദാരുണമായ ഉത്തരമായി നിലകൊള്ളുന്നു. അവകാശങ്ങൾ ചോദിക്കുവാനും അവകാശങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് കഴിയണം. അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച മഹനീയമായ പ്രത്യാശ. അവകാശങ്ങൾ ചോദിക്കുന്നവരെ പീഡിപ്പിക്കുന്ന ഒരു സമീപനമല്ല. അവകാശങ്ങൾ ആർജിക്കുവാൻ നമ്മൾ നിരന്തരം യത്നിക്കണം. പക്ഷേ നമ്മുടെ ലക്ഷ്യം രാഷ്ട്രത്തിന്റെയും കുടുംബത്തിന്റെയും ദേശത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി തന്നെയായിരിക്കണം. അതൊരിക്കലും വിസ്മരിക്കരുത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യ മൂല്യത്തെ തച്ചു തകർക്കുവാൻ വൈദേശിക ഏജൻസികൾ ഈ ദേശത്തിന്റെ പല ഭാഗത്തും അക്രമങ്ങൾ ഇനി നടത്തിയേക്കാം. പക്ഷേ അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള ജാഗ്രത പുലരേണ്ടത് നമ്മുടെ ഓരോ ഇന്ത്യൻ പൗരന്റെയും ആവശ്യമാണ്. ഒരു പ്രതിയോഗിയെ നിഗ്രഹിക്കുകയല്ല. രാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്ന ഭീകരത, ലോകരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെല്ലാം ഭയപ്പെടുന്ന ഭീകരതയാണ്. ഈ ഭീകരതയ്ക്കെതിരെ ഗാന്ധിജിയും ദർശനങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ ലോകരാജ്യങ്ങളെല്ലാം സമന്വയത്തിന്റേതായ ഭാഷയുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ആശയും അഭിലാഷവും സാക്ഷാത്കരിച്ചുകൊണ്ട് ആ സകലത്തിലും അഹിംസയിലും ഊന്നൽ നൽകിക്കൊണ്ട് ലോക സമാധാനത്തിലൂടെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയും ചൈതന്യവും ആർജിക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ ഗാന്ധി ജയന്തി ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച് ഗാന്ധിയൻ ആദർശങ്ങളുടെ ഭാരതത്തിന്റെ മഹത്വവും ലോകത്തിന്റെ മഹത്വവും ഒന്നുകൂടി ഉയർത്തിക്കാട്ടി ലോകം നന്ദിക്ക് ഗാന്ധിയൻ ഭാഷയുടെ പ്രസക്തി, ഗാന്ധിയൻ ചിന്താ പ്രതാപന്റെ പ്രസക്തി പ്രതീക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഈ വേളയിൽ അക്രമരാഹിത്യത്തിലൂടെ ജീവിക്കുവാൻ ഒരു തരത്തിലുള്ള അക്രമത്തിനും വ്യാപകരാകുന്ന പരിസ്ഥിതികൾ സംജാതമാക്കാതെ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ലഹരിക്ക് അടിമപ്പെടാതെ മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ആർജിച്ചുകൊണ്ട് എല്ലാവർക്കും അവരുടെ മതപരമായ വിശ്വാസം പുലർത്തുവാനുള്ള അവകാശം ആർജിക്കുവാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ലക്ഷ്യബോധത്തിന് അടിസ്ഥാനമായി വിശ്വസിക്കുന്ന മതത്തെ പരിപാലിക്കുന്നത് മറ്റു മതത്തിലുള്ളവർ സഹിച്ചു കൊടുക്കണമെന്ന പ്രത്യാശാസ്ത്രം ഉദിപ്പിച്ച ലോകം നമ്മെ ഉദിപ്പിച്ച മഹാഭവ്യനാണ് മഹാഭാഗം. അപ്പോ മതപരമായ ഐക്യം ഒരു മതത്തെ വിശ്വസിക്കുന്നവന് എന്നപോലെ അവരിലും അവന്റെ മതത്തെ വിശ്വസിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് മതേതരത്വത്തിന്റെ മഹനീയമായ ചിന്താബന്ധം. ഭാരതം മതേതരത്തിന്റെ അർത്ഥമാണ്. മതപരമായ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പരസ്പരം വിദ്വേഷമില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കി ലോക സമാധാനത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് അധിഷ്ഠിതമായി അക്രമമില്ലാത്ത ഒരു ജീവിതചര്യ പുലർത്തുവാൻ ആഹ്വാനം നൽകിക്കൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടാകെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭീകര വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുവാൻ കഴിഞ്ഞതിൽ അതിന് അവസരം ഉണ്ടാക്കിയ ഈ സ്കൂളിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ സേനബാബുകുമാർ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ക്രമസമാധാന പരിപാലനത്തിന്റെയും മതപരമായ ഐക്യത്തിന്റെയും അക്രമരാഹിത്യത്തിലൂടെ മുന്നോട്ട് നയിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഊന്നിക്കൊണ്ട് ഗാന്ധിയൻ ദർശനങ്ങളിൽ ആവിഷ്കാരമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ നടത്തുവാൻ സഹകരിച്ച ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരോടും നന്ദി പറഞ്ഞുകൊണ്ടും കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ 2003 മുതൽ ഞാൻ തുടക്കം കുറിച്ച ഗാന്ധി അനുസ്മരണ ലഹരി വിരുദ്ധ ഗാന്ധി പ്രചരണ പ്രഭാഷണ പരമ്പര ഇന്നും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിൽ വന്ന് മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പുതിയ
ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി, ക്രമസമാധാന പരിപാലനത്തിൽ നമ്മൾ അക്രമരാഹിത്യത്തിലൂടെ വഹിക്കേണ്ട പങ്കിനെപ്പറ്റി പ്രചോദനം നൽകിക്കൊണ്ട് അങ്ങനെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ച് ഈ കർത്തവ്യനിരതമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബോംബെ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ഓരോ വർഷവും ഭീകര വിരുദ്ധ ദിനമായി ആചരിച്ചുകൊണ്ട് കേരളക്കരയിൽ സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുന്നുള്ള ആഹ്വാനം കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ അതിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെയേറെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഊഷ്മളതയോടെ ഏവരെയും അഭിമുഖീകരിച്ച് സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി, അത് ഗാന്ധിജി ദർശനത്തിലുള്ള പങ്കിനെപ്പറ്റി പ്രഖ്യാപിച്ചുകൊണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ടും പുലർന്നുകൊണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തരുണത്തിൽ ബോംബെയിൽ വീര രക്തസാക്ഷിത്വം വരിച്ച വീര ദേശാഭിമാനികളായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആ മരണത്തിൽ നമ്മൾ പങ്കാളിയായിക്കൊണ്ട് അത് ഈ രാജ്യത്ത് അത്തരമൊരു അക്രമ പ്രവർത്തനം ആവർത്തിക്കാതിരിക്കുവാൻ രാജ്യത്തിന്റെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചുകൊണ്ട് ക്രമസമാധാന പരിപാലനത്തിൽ നാം ഓരോരുത്തരും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നുള്ള അഭ്യർത്ഥനയുമായി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ ഇത് ഭീകരവിരുദ്ധമായ ദിനമായി ആചരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭീകരവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും സമാധാനത്തോടെ ഉറച്ച വിശ്വാസത്തോടെ രാഷ്ട്രത്തോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഭീകര വിരുദ്ധ പ്രതിജ്ഞ. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഭാരതീയരായ നാം പരസ്പര വിശ്വാസം പുലർത്തിയും വിഘടനവാദത്തെ ഇല്ലാതാക്കിയും സർവമത സഹോദര്യം പുലർത്തിയും സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും മുന്നോട്ട് നീങ്ങും. ഹിംസാത്മക പ്രവർത്തനങ്ങളെയും അക്രമ പ്രവർത്തനങ്ങളെയും സാങ്കേതിക ഹിംസാത്മക പ്രവർത്തനങ്ങളെയും അക്രമ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാൻ യത്നിക്കും. ഭീകര പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ ജനാധിപത്യ പാരമ്പര്യത്തെ ഓർമ്മേൽപ്പിക്കാതെ കാത്തു പുലർത്തും. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിൽ വീര രക്തസാക്ഷികളായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ദേവന്റെ കർക്കരെ, വിജയ് സലാസ്കർ, അശോക് എം കാന്തേ, തോമസ് മുരുകൻ, അനീഷ് പ്രഭു എന്നിവരുടെ മരണത്തിന് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ ഭീകര പ്രവർത്തനം തടയുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യുദ്ധമില്ലാത്ത എല്ലാ മനുഷ്യരും സാഹോദര്യത്തിൽ വർത്തിക്കുന്ന ഒരു ഏകലോകത്തിന് വേണ്ടി ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ബഹുമാന്യനായ മുൻ PTA പ്രസിഡന്റ് അസംബ്ലി, സാമൂഹ്യ പ്രവർത്തകരായ നേതാക്കന്മാരെ, പ്രിയ അധ്യാപകരെ, എനിക്ക് എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്നിവിടെ ഭീകരവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. അതിന്റെ ആമുഖമായി അതിന്റെ ആന്തരികമായിട്ടുള്ള എല്ലാ
ബഹുമാന്യനായ അയ്യപ്പൻ സുദർശനൻ സാറിനെ പ്രതിപാദിച്ചു കഴിഞ്ഞ് ഇനി അതിലേക്ക് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് 1 മണിക്കൂറാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. ഇപ്പം സമയം അതിലേറെ 1.5 മണിക്കൂറോളം എടുത്തിരിക്കുകയാണ്. കൂടുതലായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ദൈനംദിനം കണ്ടുവരുന്ന ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ഒക്കെ ഇപ്പം നമ്മൾ ആദ്യം കാണുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിനെതിരെ പ്രവർത്തിക്കാമെന്ന ദൃഢപ്രതിജ്ഞ നമുക്കിവിടെ നേരത്തെ പറഞ്ഞു തന്ന പ്രതിജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് വേണ്ട എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നത്. വേണ്ടി നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ആദരവോടെ ക്ഷണിച്ചു. സ്വാഗത പ്രാസംഗികൻ ബഹുമാനപ്പെട്ട സീനിയർ അസിസ്റ്റന്റ് ശ്രീ ജയരാജൻ സാർ അവർ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ ഐക്കൽ സുദർശൻ സാർ, ബഹുമാന്യരായ അധ്യാപകരെ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യകത ഇല്ല. എങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഭീകര വിരുദ്ധ ദിനം ആചരിക്കുന്ന ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ കാത്തുരക്ഷിക്കേണ്ട വിദ്യാർത്ഥികളാണ്. ഭീകരത എന്ന് പറയുമ്പോൾ ഭീകരർ ഹിന്ദു ഭീകരവാദവും ക്രിസ്തു ഭീകരവാദവും മുസ്ലിം ഭീകരവാദവും ഇത് എല്ലാം രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന മാർഗങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാതിരിക്കുകയും നിങ്ങളുടെ സഞ്ചരിക്കുന്ന കൂട്ടുകാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ശ്രീ ഐക്കൽ സുദർശൻ സാറിനും ആണ് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. അതിനോടൊപ്പം നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ പ്രസാദ്, ശ്രീ ജയരാജൻ സാർ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. शुभ